കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. ഏഷ്യ ലൈവ് ടിവിയിലെ ഫെങ്ഷു പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ലാഫിൻ ബുദ്ധയെ പറ്റിയാണ്. ലാഫിൻ ബുദ്ധ എന്ന് പറയുമ്പോഴത്തേക്ക് ഒത്തിരി എന്ന് പറഞ്ഞാൽ ഒത്തിരി രൂപത്തിലും ഭാവത്തിലും ഉള്ള ബുദ്ധനുണ്ട്. ഇതിന്റെ എല്ലാത്തിന്റെയും കോമൺ ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എല്ലാ ബുദ്ധയും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധ തന്നെയായിരിക്കും. അപ്പോഴത്തേക്ക് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതുണ്ട്, ഇരിക്കുന്നതുണ്ട്, ഫോഗിന്റെ മുകളിൽ ഇരിക്കുന്നതുണ്ട്, ഡ്രാഗൺ ടോർട്ടോയ്സിന്റെ മുകളിൽ ഇരിക്കുന്നതുണ്ട്, ഒരു കാല് ഉയർത്തി നിൽക്കുന്നതുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള ബുദ്ധകളാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ഇന്ന് നമ്മൾ ഒരു സ്ഥാപനത്തിൽ ചെന്നാലും ഒരു വീട്ടിൽ ചെന്നാലും ലാഫിൻ ബുദ്ധ ഇല്ലാത്ത ഒരു വീടും ഇന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അത്രയേറെ ലാഫിൻ ബുദ്ധയ്ക്ക് ഇന്ന് നമുക്ക് പ്രചാരം ഏറിക്കഴിഞ്ഞു. അപ്പോൾ ലാഫിൻ ബുദ്ധ എന്ന് പറയുമ്പോഴത്തേക്ക് പലരും ഇത് അതിൻ്റെതായിട്ടുള്ള രീതിയിലല്ല വെച്ചിരിക്കുന്നത്. ഇപ്പം നമ്മളൊരു വീട്ടിൽ ചെന്ന് കൺസൾട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ പറയും, നിങ്ങൾ ഒരു ലാഫിൻ ബുദ്ധ വെക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് അവർ കൊണ്ട് സാറേ ഉണ്ട് എന്നും പറഞ്ഞിട്ട് അവർ തീരെ ചെറിയൊരു ലാഫിൻ ബുദ്ധ ആയിരിക്കും എടുത്തുകൊണ്ടുവന്ന് നമ്മളെ കാണിക്കുന്നത്. നമ്മൾ ഇന്ന സ്ഥലത്ത് പോയപ്പോൾ അല്ലെങ്കിൽ ഇന്ന ക്ഷേത്രത്തിൽ പോയപ്പോൾ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വെച്ച് കാണുന്നു. അപ്പോൾ ഈ ചില അങ്ങനെ കാണിക്കുന്നതിൽ ഭൂരിഭാഗം ബുദ്ധകളും നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് പലതരത്തിലുള്ള ഡാമേജുകളുള്ള ബുദ്ധിയായിരിക്കും ഇവർ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെയുള്ള ബുദ്ധ വെക്കുന്നത് ഗുണത്തെക്കാൾ ഏറെ ദോഷമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ഇതുപോലെ കിട്ടുന്ന സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വെക്കാതെ നമ്മൾ എന്ത് സാധനം വെക്കുമ്പോഴും നമുക്കതൊരു അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെതായിട്ടുള്ളൊരു വ്യക്തിയുടെ അല്ലെങ്കിൽ അതിൻ്റെതായിട്ടൊരു കൺസൾട്ടൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങിച്ചുകൊണ്ട് വെക്കുമ്പോൾ നിങ്ങൾക്ക് ഈ കിട്ടുന്ന നിങ്ങളുടെ മറ്റൊരു സ്ഥലത്തു നിന്ന് കിട്ടുന്നതിൻ്റെ 10 മടങ്ങ് എനർജി അതിനകത്തുണ്ടാകും. ഇപ്പോൾ ചില വീടുകളിൽ അപൂർവം ചില വീടുകളിൽ ലാഫിൻ ബുദ്ധ വെച്ചിട്ട് ഒത്തിരി പ്രശ്നങ്ങളായ വീടുകളുണ്ട്. അപ്പോൾ ഈ ലാഫിൻ ബുദ്ധ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഇത് നമ്മൾ വെക്കുന്ന സാധനങ്ങളെല്ലാം ഇത് ചൈനയിൽ നിന്ന് വരുന്നതാണ്. ചൈനയിൽ നിന്ന് വരുമ്പോഴത്തേക്ക് പല കൈ മറിഞ്ഞിട്ടായിരിക്കും ഒരു ഫെങ്ഷു ഷോപ്പിലേക്കോ അല്ലെങ്കിൽ ഒരു കച്ചവടക്കാരനിലേക്കോ ഇത് എത്തുന്നത്. അപ്പോഴത്തേക്കാണ് ഇതിനകത്ത് പലതരത്തിലുള്ള നെഗറ്റീവ് എനർജികൾ വന്നു കൂടാനുള്ള സാധ്യത ഉണ്ട്. എല്ലാത്തിലും നെഗറ്റീവ് എനർജി ഉണ്ട് എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ചില ലാഫിൻ ബുദ്ധിയിൽ അത്തരത്തിലുള്ള നെഗറ്റീവ് എനർജി വന്നു ചേരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഒരു ഫെങ്ഷു എക്സ്പെർട്ടിന്റെ കയ്യിലാണ് ഇത് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നാണ് നമ്മളിത് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവർക്ക് കയ്യിൽ എടുക്കുമ്പോൾ തന്നെ ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ഇവർക്ക് കറക്റ്റായിട്ട് തിരിച്ചറിയാനായിട്ട് അത് സാധിക്കും. അപ്പം നെഗറ്റീവ് എനർജി ആണെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള നെഗറ്റീവ് എനർജി ഒഴിവാക്കി അതിനകത്തോട്ടൊരു പോസിറ്റീവ് എനർജി കൊടുത്ത് അതിനെ ഊർജ്ജവൽക്കരിച്ച് വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജും ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ രീതിക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ വിളിച്ചിട്ട് ചോദിക്കും, ലാഫിൻ ബുദ്ധ ഞാൻ മെയിൻ ഡോറിലോട്ട് ഫേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം വേറൊരാൾ വന്നിട്ട് ചോദിച്ചു, ഇത് നിങ്ങൾ പുറത്തോട്ട് നോക്കിയാണ് വെക്കുന്നത്, ഇത് ധനമല്ല ഒഴുകി പോകില്ലേ എന്ന് പറഞ്ഞിട്ട് ഇത് തിരിച്ച് അകത്തോട്ട് വെക്കാൻ പറയുന്നു. ഇപ്പം ഞാൻ എന്താ സാറേ ചെയ്യേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് പല ആൾക്കാരും വിളിക്കുകയാണ്. ഇപ്പം ഞാനൊരു 10-15 വർഷമായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്ന ഒരാളായതുകൊണ്ട് പറയുകയാണ്. അപ്പോൾ പല ലാഫിൻ ബുദ്ധകളും പല രീതിയിലുള്ളതാണ്. ഇപ്പം ഇത് യഥാർത്ഥത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചിരിക്കുന്ന ബുദ്ധൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്. ഇത് ചൈനയിൽ ഇത്തരത്തിലുള്ള ഒരു ബുദ്ധമത സന്യാസി ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ഒത്തിരി പ്രായമുള്ള ഒരു ആളായിരുന്നു ഇദ്ദേഹം. ഒത്തിരി വയസ്സായിട്ടുള്ള ഒരാളായിരുന്നു ഇദ്ദേഹം. പണ്ടത്തെ കാലത്ത് ഓരോ ദിവസവും ഇങ്ങനെ യാത്രയിലായിരുന്നു. അപ്പോൾ വൈകിട്ട് ഇയാൾ ഏതെങ്കിലും ഒരു വീട്ടിൽ വരും. വീട്ടിൽ വന്നിട്ട് ആ വീട്ടിൽ ഇദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ സ്വീകരിച്ച് അവർ വേണ്ട സൗകര്യങ്ങളെല്ലാം കൊടുത്ത് അന്ന് അദ്ദേഹം ആ വീട്ടിൽ താമസിച്ച് പിറ്റേ ദിവസം വീണ്ടും യാത്രയാവും. അപ്പോൾ ഇദ്ദേഹം വന്ന് കയറി ആ നിമിഷം മുതൽ ആ വീട്ടിൽ സമ്പത്തും ഐശ്വര്യങ്ങളും വരാൻ തുടങ്ങി. അപ്പോൾ ഇദ്ദേഹത്തിന്റെ മരണശേഷം അവർ ഇദ്ദേഹത്തിന്റെ രൂപവും അവരുടെ സൗഭാഗ്യ ചിഹ്നങ്ങൾ, അതാണ് അത് ഈ പല ലാഫിൻ ബുദ്ധയിലും പല തരത്തിലുള്ള സൗഭാഗ്യ ചിഹ്നങ്ങൾ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ചില ലാഫിൻ ബുദ്ധർ പണച്ചാക്കിന്റെ മുകളിലായിരിക്കും നിൽക്കുന്നത്, ചിലത് പണച്ചാക്ക് മുതുകത്ത് സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കും. ചില ലാഫിൻ ബുദ്ധരുടെ കയ്യിൽ 6 ചൈനീസ് നാണയങ്ങൾ കാണും. ഈ 6 ചൈനീസ് നാണയങ്ങൾ എപ്പോഴും സമ്പത്തിനെ സൂചിപ്പിക്കുന്നതാണ്. ചില ലാഫിൻ ബുദ്ധയിൽ ഉലു എന്ന് പറയുന്നൊരു കാ കാണും, ഇത് ആരോഗ്യത്തെ സൂചിപ്പിക്കുന്നതാണ്. കഴുത്തിൽ മാല കാണും, ഇത് സമാധാനത്തെ സൂചിപ്പിക്കുന്നതാണ്. ചില ലാഫിൻ ബുദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കുമ്പോൾ ഒത്തിരി കുട്ടികൾ പുള്ളിയുടെ മടിയിലും മുതുകത്തും തോളിലുമായിട്ട് ഒത്തിരി കുട്ടികൾ കയറിയിരിക്കുന്നതാണ്. ഈ ലാഫിൻ ബുദ്ധ വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളില്ലാത്ത ദമ്പതിമാർക്ക് അവരുടെ ബെഡ്റൂമിൻ്റെ വെസ്റ്റ് സൈഡിൽ ഈ ലാഫിൻ ബുദ്ധ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കുട്ടികളാകും എന്നുള്ളതാണ് അതിൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ എൻ്റെ ഒത്തിരി ക്ലയൻറ്റുകൾക്ക് ആ ഒരു റിസൾട്ട് കിട്ടിയ കേസുകളുണ്ട്. ഒത്തിരി പേർക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയവരുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ വെക്കാം. പിന്നെ ഇതിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഗിൻ്റെ മുകളിലുള്ളൊരു ലാഫിൻ ബുദ്ധയുണ്ട്. ഒരു ഫോഗിൻ്റെ മുകളിൽ ഒരു ലാഫിൻ ബുദ്ധ കയറിയിരിക്കുന്നു. അപ്പോൾ അത് നമ്മൾ ഒരിക്കലും
പിന്നെ എൻട്രൻസിലോട്ട് നോക്കി വയ്ക്കില്ല. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഫോഗിൻ്റെ മുകളിൽ കൂടെ ഈ ബുദ്ധ പുറത്തേക്ക് പോകുന്ന രീതിക്കായിട്ടാണ് നമ്മളിതിനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വെക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് ഈ വെൽത്ത് പുറത്തോട്ട് പോകുന്നതിന് തുല്യമാണ്. അപ്പോൾ ആ ഒരു രീതിക്ക് ഒരിക്കലും അങ്ങനെ വെക്കാൻ പാടില്ല. പിന്നെ ഡ്രാഗൻ്റെ ഹെഡും ടോർട്ടോയ്സിൻ്റെ ബോഡിയും ആയിട്ടുള്ള ഒരു ലാഫിൻ ബുദ്ധയുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ബുദ്ധൻ പിന്നെ ലാഫിൻ ബുദ്ധ ഇരിക്കുന്നതായിട്ടുള്ള ഒരു ബുദ്ധനുണ്ട്. അപ്പോൾ അത് നമ്മൾ സൗത്ത് ഈസ്റ്റിൽ വെക്കുമ്പോഴത്തേക്ക് അത് നമുക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി തരുമെന്നാണ്. അത് നോർത്തിലാണ് വെക്കുന്നതെങ്കിൽ തൊഴിൽപരമായിട്ടുള്ള അഭിവൃദ്ധി തരുമെന്നാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ട്രാവലിംഗ് ബുദ്ധ എന്ന് പറഞ്ഞിട്ടൊരു ബുദ്ധയുണ്ട്. ആ ട്രാവലിംഗ് ബുദ്ധ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ അകത്തേക്ക് നോക്കുന്ന രീതിയിൽ പിന്നെ വെക്കാൻ നല്ലതാണ്. ഒരു ചൈനീസ് കോയിനും ഒരു കയ്യിൽ ഒരു പിന്നെ വെൽത്ത് സിമ്പലും പിടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. അത് എൻട്രൻസിലോട്ട് നോക്കി വെക്കാം. പിന്നെ ഇതിൻ്റെ പാദങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാദങ്ങൾ ഒരേ ലെവലിൽ വരുന്നത് മെയിൻ ഡോറിലോട്ട് നോക്കി വെക്കാൻ നല്ലതാണ്. കാരണം അത് നിൽക്കുകയാണ്. അത് കണക്ക് തന്നെ ഇരിക്കുന്ന ബുദ്ധയും പിന്നെ മറ്റേ ചെയർ ബുദ്ധ എന്ന് പറഞ്ഞിട്ടൊരു ബുദ്ധയുണ്ട്. അത് അതിനകത്ത് ഇരിക്കുന്നതാണ്. അത് ഡ്രാഗൻ്റെ ചെയറിൻ്റെ രണ്ട് സൈഡിലും ഡ്രാഗൻ്റെ ഹെഡും ഒരു കയ്യിൽ പണസഞ്ചിയും പിടിച്ച് എല്ലാ സൗഭാഗ്യങ്ങളുമായിട്ട് നിൽക്കുന്നതാണ്. നല്ല ഒരു ബുദ്ധയാണ്. അത് നമുക്ക് മെയിൻ ഡോറിലോട്ട് ഫേസ് ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ രണ്ട് പാദങ്ങളും ഒരേ ലെവലിൽ വരുന്നത് മെയിൻ ഡോറിലോട്ട് ഫേസ് ചെയ്ത് വെക്കാം. അതല്ലാതെ ഒരു പാദം മുന്നോട്ടും ഒരു പാദം പിന്നോട്ട് വരുന്ന നടന്ന രീതി പോകുന്ന പിന്നെ ഒരു രീതിയാണ്. അതാണെങ്കിൽ നമ്മൾ പിന്നെ ഡോറിലോട്ട് നോക്കി വെക്കുന്നത് നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെടുത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇങ്ങനെ ഒത്തിരി തരത്തിലുള്ള ലാഫിൻ ബുദ്ധിയുണ്ട്. ഇത് എപ്പോഴും നിങ്ങൾ സ്വയം തീരുമാനിച്ചുകൊണ്ട് വെക്കാതെ ഒരു നല്ല ഫെങ്ഷി കൺസൾട്ടൻ്റെ നിർദ്ദേശപ്രകാരം അത് വെക്കുന്നതാണ് നിങ്ങൾക്ക് എപ്പോഴും അഭികാമ്യം. അതണക്ക് തന്നെ ഒരു 4 ഇഞ്ചെങ്കിലും ഇതിന് മിനിമം ഹൈറ്റ് ഉണ്ടായിരിക്കണം. വളരെ ചെറുത് വെച്ചിട്ട് അത്രത്തോളം എനർജി അത് കിട്ടത്തില്ല. ഇതിൻ്റെ ഇപ്പോൾ ചിലർ ചോദിക്കും, സാറേ ലാഫിൻ ബുദ്ധ ചെറുത് വെച്ചാലും വലുത് വെച്ചാലും ഒരുപോലെ ആണോ എന്ന് ചോദിക്കും. അങ്ങനെയല്ല, ഇത് വലുതാകും തോറും അതിൻ്റെ എനർജി ലെവലും കൂടും. അപ്പം നിങ്ങൾ ലാഫിൻ ബുദ്ധ എപ്പോഴും വീട്ടിൽ സൂക്ഷിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്ത് ആവശ്യത്തിലുള്ള ബുദ്ധയാണോ ആ തരത്തിലുള്ള ബുദ്ധയെ നിങ്ങൾ വയ്ക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും. എപ്പോഴും ഒരു കൺസൾട്ടന്റെ നിർദ്ദേശപ്രകാരം മാത്രം ഇത് വെക്കുന്നതാണ് എപ്പോഴും അഭികാമ്യം. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.